ഗൈസ് ഞാൻ എന്തായാലും ഇത്തിരി നേരം മൈനിങ്ങിന് പോയിട്ട് എന്തായാലും വരാം ഗൈസ്. ഞാൻ ഇത്തിരി നേരം മൈനിങ്ങൊക്കെ എൻ്റെ സ്കിന്ന് എന്തായാലും മാറിയെടുക്കാം. നമ്മളെന്തായാലും ഇപ്പോൾ ഫുൾ അയൺ ആർമറല്ലേ, എന്തായാലും ഡയമണ്ട് ആകുന്ന പോകണം. എൻ്റെ സ്കിന്നൊക്കെ മാറിയെടുക്കാം. ഞാൻ ഇപ്പോൾ പോയി മാറ്റിക്കോളാം. വലിയൊരു 2-3 മണിക്കൂറിൻ്റെ മൈനിങ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ആ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്ന വീഡിയോ ഈ വീഡിയോ ആയിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മൈനിങ്ങിനൊക്കെ കുറേ പോയി ഗൈസ്. ഞാൻ പിന്നെ അത് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയമണ്ട് ആകുമ്പോഴൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ വീഡിയോ എങ്ങനെ എനിക്കറിയാം, നല്ല സങ്കടം എനിക്ക്. നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റൊക്കെ ചെയ്തതാണ്. കഷ്ടപ്പെട്ടിരുന്ന് കുത്തിരുന്ന് 2-3 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ ഗൈസ് നമ്മൾ ഇതുപോലെയൊക്കെ ആയേ. പിന്നെ ഇനി ഫുൾ ഡയമണ്ട് ആകുമ്പോൾ അതിനുള്ള ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ പ്രൂഫ് കാണിച്ചിട്ട് ഞാൻ എൻ്റെ മൈനിങ്ങിലേക്കൊന്ന് പോട്ടെ. നമ്മുടെ ഈ സ്റ്റെപ്പൊക്കെ വെച്ച് ആ വീഡിയോയിൽ തന്നെയായിരുന്നു അടിയിൽ എത്തിയിട്ട് കാണിച്ചത്. ഉണ്ട് കേസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നത് എവിടെയാണ് ഞാൻ ഫുൾ ടൈം ഉണ്ടാകുന്നതായിട്ട് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്. ഇവിടെ കുറേ പോയിട്ട് അവിടെ ഒക്കെ ഞാൻ എവിടേക്കൊക്കെ ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട് കേസ്. ഇത് കാണാനറിയാൻ കുറേ അറ്ററിയും മൈൻഡ് ചെയ്തു. ഇവിടെ ഞാൻ മറ്റേ ഒബ്സൈഡ് മൈൻഡ് ചെയ്തു. പിന്നെ കണ്ടോ അവിടെ കുറേ പോയിട്ട് അവിടേക്ക് ഇവിടെ കുറേ പോയി കേസ്. പിന്നെ അവിടെ ഇവിടെ കുറേ പോയിട്ട് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ മറ്റെടുക്കാൻ വേണ്ടി ഓപ്സൈറ്റ് എടുക്കാൻ വേണ്ടി. പിന്നെ അവിടെ കുറേ പോയി കാണിച്ചിട്ട് കണ്ടത് ഇവിടെ ഇത്രയും വഴി. പിന്നെ അവിടെ നിന്ന് അവിടേക്ക് ഒരു വഴി, അവിടേക്ക് ഒരു വഴി, അങ്ങനെ കുറേ. എൻ്റെ പിന്നെ ഭ്രാന്ത മേസ് പോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേസ്. അവിടെ നല്ല മൈനിങ്ങിരുന്നു 2-3-4 മണിക്കൂർ ഇത് മൈൻഡ് ആയിട്ട് തന്നെ നമ്മൾ ഇങ്ങനെയായി. ഇപ്പം നമുക്ക് എല്ലാത്തിനുള്ള പ്രൂഫ് കിട്ടിയല്ലോ. ഇനി മെൻഡിങ് ചെയ്ത് എങ്ങനെയാണ് അതിനുള്ള പ്രൂഫ് ഞാൻ തരാം. മെൻഡിങ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാലേ സ്ഥലത്തെത്തിയത് കേസ്. ഞാൻ ഇവിടുന്ന് മെൻഡിങ് കിടക്കുന്ന വില്ലേജറിനെ പോയിട്ടിട്ടുണ്ടോ മെൻഡിവിക്ക് ലൈബ്രറിയെന്ന്. പിന്നെ ഇവൻ്റെ ആണ് ഞാൻ മെൻറ്റി ബുക്ക് വാങ്ങിയത്. ഞാൻ കാണിച്ചിട്ട് എന്താ അപ്രേൻറ്റിയൻസ് വരെ ഇവനിപ്പോൾ മെൻഡിങ്. പിന്നെ ഇൻഫിനിറ്റി ഏതുകൊണ്ട് ഞാൻ എൻ്റെ ബോവിലിട്ട് ഇൻഫിനിറ്റി പിന്നെ കണ്ട ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഒരു 10 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് 9 മെൻഡിങ് ഒരു ഇത് ഇൻഫിനിറ്റിയാണ് കേസ് നമ്മൾ വാങ്ങിയത്. ഇപ്പോൾ മനസ്സിലായി കേസ് എങ്ങനെയാണ് ബുക്സൊക്കെ തീർന്നതിനും ആ ബുക്സിൻ്റെ കാര്യം ഞാൻ കാണിച്ചെടുത്തു. തീർന്ന മൈൻഡ് കുറേ ഡയമണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ സീക്രട്ട് ബേസിൽ വെക്കുന്നതൊക്കെ ഞാൻ ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ കേസ് തായില്ലെങ്കിൽ നല്ല സങ്കടമാണ്. ഞാൻ സീക്രട്ട് ബേസ് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ ബുക്കിൻ്റെ കാര്യം എൻ്റെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അതേ 3 ബുക്കാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ആർമറിന് എല്ലാത്തിനെയും കൂടിയിട്ട് എത്രയായി ഞാൻ നോക്കട്ടെ, 6-4 10 ബുക്കും കുറേ എമറാൾഡ് വേണം. 10 ബുക്ക് ഇപ്പോൾ 13 ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കാണിച്ചു തരാം. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതേ 13 ബുക്ക് എൻ്റെ ജസ്റ്റിലുള്ളത് സ്ക്രീൻഷോട്ട് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനുള്ള പ്രൂഫ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ 10 ബുക്ക് കഴിഞ്ഞതിൻ്റെ പ്രൂഫ് കിട്ടി. അതിനാണ് ഞാൻ മിൻറ്റിങ് മേടിച്ചിട്ട് എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു. ഞാൻ അടുത്ത് ഇവൻ്റെ ആയിരുന്ന കേസ് നമ്മുടെ എമറാൾഡ് ഫുള്ള് വാങ്ങി എക്സ്പേർട്ട് വരാക്കി. ഇപ്പോൾ എമറാൾഡ് അവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായി ബുക്ക് വാങ്ങുള്ളത്. ഓക്കെ അപ്പോൾ എനിക്കൊരു സമാധാനം കേസ്. എല്ലാത്തിനുള്ള പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ ഞാൻ ഒരു കള്ളനല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടി. അയ്യോ അപ്പോൾ എന്തായാലും ഞാൻ ഷാൻ കൂട്ടിയിട്ടുള്ളൊരു മൾട്ടിപ്ലെയർ ഇവിടെ ഇട്ടുണ്ട്. ഇതിൽ തന്നെ ഇട്ടുണ്ട്. ഈ വേൾഡിൽ നമ്മൾ വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരെണ്ണം ഈ ഷാൻ ഇത് കൊടുക്കുന്നത്. അത് നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ടോ. അപ്പോൾ ഗൈസ് നമ്മള് അങ്ങനെ കുറെ നാൾക്ക് ശേഷം ലെറ്റ്സ് പ്ലേയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഗൈസ്. ഞാൻ പറഞ്ഞു കുറെ പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇഷാൻ കാണുമ്പോൾ ചിലപ്പോൾ നെറ്റായിരിക്കും. ഇഷാനെ എങ്ങടാ നീ എന്താ വിചാരിച്ചു ഇത്ര ദിവസം ഞാൻ കളിച്ചില്ല. ഞാൻ ഫോണുകൊണ്ട് പോയില്ലേ. 2 ദിവസം ഞാൻ കുത്തിരുന്ന് കളിച്ചു ഷാനെ. നീ ഇല്ല സമയത്ത് നിന്നെ വിളിച്ചിട്ട് കിട്ടാത്ത കാരാണോ എന്ന് സംശയമുണ്ട്. എവിടെ നീ എന്നെ കണ്ട് ഞെട്ടരുതേ. എവിടെ 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 എവിടാ അതെ എന്റെ നിന്റെ എൻജോയ്മെന്റ് മാത്രമേ കാണുള്ളൂ ട്ടാ. എന്താണോ എന്റെ എന്തിന്റെ ബഗ്ഗാണോന്നുണ്ട്. നിന്റെ എൻജോയ്മെന്റ് കാണുന്നുണ്ട്, ആർമർ കാണുന്നില്ല. അതെനിക്ക് മനസ്സിലായി, ഡയമണ്ടാന്ന് നീല കളറില് മനസ്സിലായി. Oh my god. അയ്യണു വാവ്. അല്ല ഇഷാന്റെ ഒരു സംഭവത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല കേസ്. അതിന് പകരം മാത്രം നീ എന്താ വിചാരിച്ച ഞാൻ വെറുതെ ഇരിക്കായിരുന്നാ. നീ ഇല്ലാ സമയത്തൊക്കെ ഞാൻ കളിക്കായിരുന്നു ഗെയിം. ഇത് മാത്രം ഫ്രീ ഫയർ തൊട്ടൊക്കെ ഇടുന്നില്ല. എടുക്ക കൊണ്ടുപോ.
പിന്നെ guys വേറൊരു സീക്രട്ട് ഉണ്ട് ഈ വേൾഡില്. നീ ഇത് എന്റെ മുമ്പത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് ലാവലിട്ടായിരുന്നെങ്കിൽ ഈഗോ വന്ന് ദേഷ്യം വന്ന് ഞാൻ സീക്രട്ട് ബേസ് ഉണ്ടാക്കി. എന്തായാലും നമ്മുടെ മൾട്ടിപ്ലെയർ വേൾഡ് അല്ലേ, ഞാൻ റിവീൽ ചെയ്യാം. വാ റിവീൽ ചെയ്യുമ്പോ വലിയ അവസരം ഇത്. നീ ഇങ്ങോട്ട് ഓടുന്നു വാ. ഇത് ഫുൾ ആർമർ ഉണ്ടാക്കുന്ന ദേടാ അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചപ്പോ അവൻ അത് പറ്റുന്നു. ഫുൾ ആർമർ ഉണ്ടാക്കിയാ നീ നിട്ടങ്ങട് കാണട്ടെ. ഉണ്ടാക്കാനുണ്ടായിരുന്ന ഫുൾ ആർമർ ഉണ്ടാക്കാൻ ടൂൾസ് ഉണ്ടാക്കാനുണ്ടാ? സ്റ്റിക്ക് വേണോ? സ്റ്റിക്ക് സ്റ്റിക്ക് വേണം. പോണ്ടേ പോയി ആർമർ നോക്ക്. ചേട്ടാ ഞാനൊന്ന് ചെറുതായിട്ട് കൊടുക്കില്ല. നീ എന്താ വിചാരിച്ചതിനെ പറ്റി? ഞാൻ കൊടുക്കാണെങ്കിൽ ഒക്കെ ആവശ്യം കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. അതാണ് നമ്മുടെ ഇത്. ഏത് അത് തന്നെ ഫുള്ള് ഡയമണ്ട് ആർമർ ഫുള്ള് ടൂൾസ് ആയാ സന്തോഷം എനിക്ക്. അപ്പൊ ഇനി സീക്രട്ട് ബേസിന്റെ അത് വലിയൊരു ഇതായിരിക്കും. വാ 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 അവിടെ നമുക്കൊരു ബേസ് ഉണ്ടാക്കിയാലോ? അതുണ്ടാക്കാം. ഫസ്റ്റ് സീക്രട്ട് ബേസ് ഒന്ന് കാണിക്കട്ടെ. വാ 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 വാ. ദിസ് ഈസ് മൈ സീക്രട്ട് ബേസ്. വെള്ളം കണ്ട അത്ര ഉള്ളൂ. എടാ ഒന്ന് മാറാ. വാ ബാക്കോട്ട് നോക്ക് നീ. അത് ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ എത്ര 4 മണിക്കൂർ കൂട്ടി എത്രയാ? 6 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങളാ. ഇത്ര ഇല്ല. പിന്നെ ഇത്തിരി മരമൊക്കെ വെട്ടി ട്രേഡിംഗ് ഒക്കെ ചെയ്ത് 5 ഒക്കെ കിട്ടും. മെന്റിങ് മാത്രം നിങ്ങടെ അയ്യോ എനിക്ക് അങ്ങനെ കേസ് നമ്മള് ഡയമണ്ട് ഇപ്പൊ എടുക്കരുത്. ആവശ്യമുള്ളപ്പോ എടുക്കാം. ചക്ക വരെ കഷ്ടപ്പെട്ടുണ്ടായിതാ. ഈ എന്റെ മൈനിങ് ഏരിയ കാണിച്ചു തരണ്ടേ എനിക്ക്? നമുക്ക് പിന്നെ കാണിച്ചു തരാം അല്ലേ? നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലോ? അത്ര ഇരിക്കണ്ടാ ചത്തു. ഒത്തിരി കളിക്കരുത്. ഇവിടെ വേണോ? ഇത് ആകെ ചെറിയല്ലേ? ചെറിയന്റെ സ്ഥലത്ത് നല്ലതല്ലേ? ചെറിയ കൊണ്ട് ഉണ്ടാക്കണോ? സ്പ്രൂസ് മതി. ഇഷ്ടമില്ല. ഞങ്ങൾ വീടൊക്കെ ആക്കുന്നതൊക്കെ ഒന്ന് സ്പീഡിലൊക്കെ. വീട് പണി ഫുള്ളൊന്നും തീർന്നിട്ടില്ല. ആകെ ഇത്തിരിയേ തീർത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്തേക്ക് തീർക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ട്